നമസ്കാരം. NDA സഖ്യം 297, ഇന്ത്യ സഖ്യം 228, അതർ 18 എന്നുള്ള ഒരു സംഭവത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അതായത് വളരെ എടുത്തു പറയേണ്ട വിഷയം, ഇലക്ഷൻ കമ്മീഷൻ റിസൾട്ടുകൾ പുറത്തു വിടുന്നില്ല എന്നുള്ളത് നിൽക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 3 മണിക്കൂറാവുന്നു. അതെ, 3 മണിക്കൂറായിട്ടും ഇലക്ഷൻ കമ്മീഷൻ ആ തലപ്പത്തിരിക്കുന്ന ആളുകളൊക്കെ റിസൾട്ട് പുറത്ത് വിടുന്നില്ല എന്നല്ല. അപ്പൊ അതിന്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട് നമുക്ക് മനസ്സിലാവില്ല അല്ലെ? തീർച്ചയായിട്ടും അതിൽ സംശയമൊന്നും വേണ്ട. ഞാൻ വിചാരിക്കുന്നത് വലിയ രീതിയിൽ NDA പരാജയപ്പെട്ട് നിൽക്കുകയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റാഗ്നേഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ ഫലങ്ങൾ പുറത്തുവിടുന്ന കാര്യത്തിൽ ഉണ്ടാകാൻ യാതൊരു ന്യായവുമില്ല. മാത്രവുമല്ല, പല ചാനലുകളിലും വരുന്ന BJPയുടെ വക്താക്കളുടെ മുഖം കാർമേഘം വന്ന് മൂടി കറുത്തിരുണ്ട്. വലിയ പ്രതീക്ഷയായിരുന്നു. 400+ എന്ന് പറയുമ്പോ ഞങ്ങള് വീണ്ടും ഭരിക്കുമല്ലോ എന്ന് പറയുമ്പോഴും അടിവലികള് നടന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ ഇന്ന് ശരിക്കും BJP നിൽക്കുന്നുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു വിഷയമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവൂ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. അല്ല, ഞാൻ കരുതുന്നതേ, അരവിന്ദ് കെജ്രിവാൾ ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോൾ അദ്ദേഹം നടത്തിയ ഏറ്റവും ശ്രദ്ധേയമായ സ്റ്റേറ്റ്മെന്റ്, മോദി 75 വയസ്സ് കഴിഞ്ഞാൽ ഇറങ്ങും. മോദി വോട്ട് ചോദിക്കുന്നത് അമിത്ഷായ്ക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ യോഗി ആദിത്യനാഥിനെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് തെറിപ്പിക്കും. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടാണ് അദ്ദേഹം വന്ന് വെടിപൊട്ടിച്ചത്. യഥാർത്ഥത്തിൽ അതിന് വേറൊരു രീതിയിലേക്ക് ഇപ്പൊ കാര്യങ്ങൾ മാറി മറിഞ്ഞ് വന്നിരിക്കുന്നു. ലക്ഷക്കണക്കിന് 7 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണെന്ന് തോന്നുന്നു പിന്നെ അമിത്ഷായ്ക്ക് മുന്നിട്ട് നിൽക്കുന്നതായിട്ട് പറയുന്നത്. പക്ഷെ 1 ലക്ഷത്തിലധികം ചില്ലറ വോട്ടിനാണ് നരേന്ദ്രമോദി മുന്നിട്ട് നിൽക്കുന്നത്. നരേന്ദ്രമോദിയുടെ പ്രഭാവം മങ്ങി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ അമിത്ഷായ്ക്ക് തന്നെയാണോ സാധ്യത കൂടുന്നത്? ഒരു മുന്നണി ഭരണം നേതൃത്വം കൊടുക്കുന്നതിന് അമിത്ഷായ്ക്ക് അവസരം കൊടുക്കാൻ ഒരു പക്ഷേ BJP തയ്യാറായേക്കും. കാരണം BJP എന്ന പാർട്ടിയെ അപ്രസക്തമാക്കിക്കൊണ്ട് മോദിയാണെല്ലാം, മോദിയുടെ ഗ്യാരണ്ടിയാണ്, മോദിയാണ് എന്നുള്ള രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകാൻ ശ്രമിച്ച BJPയുടെ പ്രവർത്തകരിൽ തന്നെ വലിയ തോതിൽ, അതിന്റെ ഹാർഡ് കോർ ആയിട്ടുള്ള പ്രവർത്തകർക്ക് തന്നെ വലിയ തോതിൽ അഭിപ്രായ വ്യത്യാസം. ഏകാധിപതി എന്നുള്ള രീതിയിലേക്ക് പോകുന്ന രീതി ഇനി നടക്കില്ല എന്ന് വേണമെങ്കിൽ പിക്ചറിൽ തെളിഞ്ഞു കഴിഞ്ഞു. കാര്യം 243 സീറ്റ് എങ്ങാണ്ടാണ് ഈ BJPക്ക് തനിയുള്ളത്. അപ്പോ അതും റിസൾട്ട് വരാൻ ഇനി കിടക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ 296 97 96 ഇപ്പോ NDA ലീഡ് ചെയ്യുന്നു. 229 ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുന്നു. അപ്പോ കണക്കുകൾ മാറിക്കൊണ്ടിരിക്കും. BJPയുടെ ഒരു അഖിലേന്ത്യാ പ്രസിഡന്റ് JP നദ്ദ, എന്ത് വിലയാണ് ആ മനുഷ്യന് ഈ പാർട്ടി, ഈ ഗവൺമെന്റ് കൊടുത്തത്, അല്ലെങ്കിൽ ഈ രാജ്യത്തുണ്ടായിരുന്നത്? ആ പാർട്ടിക്ക് ഒരു വിലയും ഇല്ലാതാക്കി നരേന്ദ്രമോദി ഒറ്റയ്ക്ക് ഞാനാണ് എല്ലാം എന്നുള്ള രീതിയിലേക്ക് ഈ രാജ്യത്തെയും ഇതിന്റെ ഭരണകൂടത്തെയും അവരുടെ പാർട്ടിയെയും ഒക്കെ കൊണ്ടുപോകുന്ന നിലയിലേക്ക് പോയത്. എല്ലാവരും അതാണ് RSSനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ അതിൽ നീരസമുണ്ടായിരുന്നു. RSS ഈ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും അവരുടെ പ്രവർത്തകരെ, അവരുടെ ഭടന്മാരെ രംഗത്തിറക്കാൻ പിൻവലിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി എന്ന് നമ്മൾ വാർത്തകളിൽ വന്നതാണ്. നമ്മൾ തന്നെ വാർത്ത ചെയ്തതാണ്. RSSന്റെ വലിയ തോതിലുള്ള പിന്നോട്ടടി ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയും. RSS കരുതിക്കൂട്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്നത്. മോദിയെ മാറ്റുക എന്നത് അവരുടെ ലക്ഷ്യമാണ്. വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഈ BJP എന്നുള്ള ഒരു പാർട്ടിയാണ്. പക്ഷെ അത് ഒരാളിലേക്ക് ഒതുങ്ങി കൂടുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ആർക്കും നിയന്ത്രണമില്ലാത്ത അവസ്ഥ. മോദി ഞാനാണ് ഗ്യാരണ്ടി എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുമ്പോഴാണ് ഈ ശരിക്കും പാർട്ടിക്കുള്ളിൽ തന്നെ പല പ്രശ്നങ്ങളും സംഭവിച്ചു എന്ന് പറയുന്നത്. വേറെ നോക്കൂ, നമ്മളൊന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ മോദി എന്ന് പറഞ്ഞ ഒരു പാർട്ടിയല്ല, BJP പാർട്ടിയുടെ ആളായിട്ടുള്ള പ്രധാനമന്ത്രി ആക്കിയിട്ടുള്ള ഒരാള്. അതായത് മോദി തന്നെ പല ആളുകളെയും വെട്ടിമാറ്റിയിട്ടാണ് ഇവിടെ വാജ്പേയിനെ അടക്കം അറിയാലോ, അദ്വാനിയെ അടക്കം അത്തരം രീതിയിലേക്കും. 75 വയസ്സിന്റെ ബാറാണ് വെച്ചത്. അതിന് 75 വയസ്സ് എന്ന് പറയുന്ന ഒരു ബാറ് വെച്ചപ്പം അതിന്റെ ഭാഗമായിട്ട് മ്യൂസിയം പീസായി പോയി. അതും അദ്വാനി, മുരളി മനോഹർ ജോഷി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഉന്നത വലിയ രീതിയിലേക്ക് ഒരു പണി അമിത്ഷാ തന്നെ വെച്ച പണിയാണത്. അതെ. അപ്പൊ അതിൽ അമിത്ഷാ വെക്കുമ്പോ അമിത്ഷാക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി ആവാം എന്നുള്ള മോഹം കൊണ്ടാണ്. അമിത്ഷാക്ക് പ്രധാനമന്ത്രിയാകണമെങ്കിൽ നരേന്ദ്രമോദിയുടെ പിന്തുണ ആവശ്യമുണ്ട്. പക്ഷെ RSSന്റെ പിന്തുണ അമിത്ഷാക്കില്ല. അതുകൊണ്ട് തന്നെ അമിത്ഷാക്ക് കാര്യങ്ങൾ മുന്നോട്ട് വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രധാനമന്ത്രി ആവൂ എന്ന് പറയാൻ കഴിയില്ല. ഇന്ത്യ സഖ്യം
പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരെ ആളെ ചൂണ്ടിക്കാണിച്ച് തീർച്ചയായിട്ടും ഒന്നും പറയാൻ കഴിയില്ല. അല്ല, ഇപ്പോ ആര് വരും? ഞാനിപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഫലം പ്രഖ്യാപിക്കുന്നതിന് വൈകുന്നതിന്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തരത്തിലുള്ള ഒരു മാറ്റം തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം അവസാനമാകുമ്പോഴേക്കും ഉണ്ടാകും എന്ന് തന്നെയാണ്. കാരണം ഇന്ത്യ സഖ്യം വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നു. അവരിതാ നാളെ ഒരുമിച്ച് കൂടാൻ പോകുന്നു. ഇന്നിപ്പോ അല്പസമയത്തിനകം രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം നടക്കാനിരിക്കുന്നു. അങ്ങനെ തുടങ്ങിയിട്ട് വളരെ ഊർജ്ജസ്വലമായി ഇന്ത്യ സഖ്യം മുന്നോട്ട് വരുന്നതിന്റെ പിന്നിൽ ഒരു സൂചനയുണ്ട് എന്ന് ഞാൻ കാണുകയാണ്. അതോടൊപ്പം തന്നെ BJP-യുടെ നേതാക്കളുടെ മുഖം മങ്ങിയിരിക്കുന്നു. അവരുടെ വാക്കുകൾക്ക് ഊർജ്ജമില്ല. അവരുടെ മുഖത്ത് രക്തം ചോർന്നു പോയിരിക്കുന്നു. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ അത് ഇങ്ങനെയല്ല ശരിക്കും BJP നേതാക്കന്മാര് കരുതിയിരുന്നത്. ശരിക്കും 400+ പോകുമ്പോൾ ഒരു 350 കിട്ടി. കഴിഞ്ഞ തവണത്തേതെങ്കിലും കിട്ടിയാൽ. അല്ല, ഞാൻ പറയുന്നത് ജനങ്ങളോട് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് BJP-ക്ക് വോട്ട് ചെയ്യുന്നത് എന്ന് ഞാൻ ചോദിക്കും. കാര്യം ഈ അവശ്യ സാധനങ്ങളുടെ വില, മറ്റുള്ള സാധനം എല്ലാം കുതിച്ചു വരുന്നോണ്ടിരിക്കുക. 10 രൂപ കുറഞ്ഞു കഴിഞ്ഞാൽ, 10 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ ഒക്കെ പ്രതികരിക്കുന്ന ജനങ്ങളൊക്കെ എവിടെ പോയി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാര്യം അത് വിചാരിക്കാതിരിക്കാൻ വയ്യ. കാര്യം അത്രയേറെ രീതിയിലേക്ക് പാവങ്ങൾ കുറെ ആളുകൾ കഷ്ടപ്പെടുന്നു. ഇത് തുറന്നു പറയാൻ യാതൊരു മടിയില്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. അല്ല, 240 അറൌണ്ട് 240 എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ബിജെപിയുടെ മാത്രം സീറ്റ് നിൽക്കുന്നത്. NDA മുന്നണിയുടേതാണ് 296 മറ്റും കാണിക്കുന്നത്. ആ മുന്നണിയിൽ എത്ര പേർ നിൽക്കുന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഇപ്പൊ ചർച്ചകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും BJP-ക്ക് ഒറ്റയ്ക്ക് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു അഭിപ്രായം ഞാൻ പറയുന്നു. നരേന്ദ്രമോദി ആവില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അഥവാ NDA ഒരു മുന്നണി എന്നുള്ള നിലയിൽ ഒരു ഗവൺമെന്റ് രൂപീകരിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിയെ ആവില്ല BJP മുന്നോട്ട് വെക്കുക, RSS മുന്നോട്ട് വെക്കുക എന്നാണ് ഇപ്പോൾ പറയാൻ. ഇതിൽ തന്നെ വേറെ ട്വിസ്റ്റ് ഉണ്ട് വിനോട്ട. അതായത് ഘടകകക്ഷികള് പ്രധാനമന്ത്രി സ്ഥാനം ഓഫർ മുൻകൂട്ടി ഇന്ത്യ സഖ്യം മമതാ ബാനർജി ശരിക്കും പ്രധാനമന്ത്രി സ്ഥാനം കൊടുത്തു എന്തിനാ അറിയോ? നിതീഷ് കുമാർ കൊടുത്തു. അതിലപ്പുറത്തേക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പോ പ്രത്യേകിച്ച് നിതീഷ് കുമാർ ഒക്കെ ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തിന് അദ്ദേഹത്തിന് ഒരു കാരണവശാലും കിട്ടാത്ത സാധനമാണ്. അദ്ദേഹത്തിന് വളരെ ആഗ്രഹമുള്ള കാര്യമാണ്. അല്ല, ആഗ്രഹമല്ല, നടക്കാത്ത കാര്യമാണ്. ഇനി ഒരു കാരണവശാലും നടക്കില്ല. പിന്നെ അതുപോലെ തന്നെ അത്തരം രീതിയിലേക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കാരണവശാലും പ്രധാനമന്ത്രി ആവില്ല എന്നുള്ളതാണ് കാര്യം. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇന്ത്യ സഖ്യം പ്രധാനമന്ത്രി സ്ഥാനം ഓഫർ ചെയ്ത സ്ഥിതിക്ക് അതിലപ്പുറത്തേക്ക് എന്താണ് BJP-ക്ക് ഓഫർ ചെയ്യാൻ കഴിയുക എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ എന്തായാലും ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഈ ചാനലുകൾ മുഴുവൻ വൻതോതിൽ ഉള്ള വിജയം BJP-ക്കും NDA-ക്കും പ്രവചിച്ചിട്ടും രാഹുൽ ഗാന്ധി പറഞ്ഞു അതെല്ലാം തള്ളിക്കളയുന്നു. 295 സീറ്റിലേക്ക് ഇന്ത്യ സഖ്യം വരും, അത് ഗവൺമെന്റ് ഉണ്ടാക്കും എന്ന് ഉറച്ചു പറയുന്ന വാക്കുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഞാൻ പറയുന്നത് ഈ ഉത്തർപ്രദേശിൽ ഒന്ന് അദ്ദേഹം പറഞ്ഞല്ലോ നല്ല രീതിയിലേക്ക് സീറ്റ് പിടിക്കുമെന്നുള്ളത്. അതൊക്കെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നതാണ്, കൃത്യമായ കണക്കാണ്. ആ രീതിയിൽ വരുമ്പോൾ ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ കാണിക്കുന്ന അനിശ്ചിതത്വം, സീറ്റുകളൊന്നും പ്രഖ്യാപിക്കുന്നതിലോ അല്ലെങ്കിൽ ലീഡ് കാണിക്കുന്നതിൽ പോലും കാണിക്കുന്ന കാലതാമസം, ഇതെല്ലാം മുന്നോട്ട് പോകുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞിടത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് എത്തുമോ എന്നുള്ള നിലയിലാണ്. ഇപ്പം ഇന്ത്യ സഖ്യത്തെ നമ്മൾ അധികാരത്തിൽ വന്നേക്കാമെന്ന് കാണുന്നത് ഇപ്പോഴുള്ള നില വെച്ചാണ്. പക്ഷേ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുമ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിടത്തേക്ക്, കാരണം ആ മനുഷ്യൻ നടന്നു തീർത്ത വഴികളുണ്ട്, ആ മനുഷ്യൻ തൊട്ട് തലോടിയ നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, ആ മനുഷ്യൻ കേട്ട ലക്ഷക്കണക്കിന് ശബ്ദങ്ങളുണ്ട്, അതിലൂടെ അദ്ദേഹം സ്വാംശീകരിച്ച ഇന്ത്യയുടെ ഒരു ആത്മാവുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ആ മനുഷ്യൻ പറയുന്നത് 295 സീറ്റ് ഇന്ത്യ സഖ്യം നേടുമെന്ന്. അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. അതിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ അന്തിമഘട്ടത്തിലേക്ക് പ്രവേശിക്കും. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിന് അതോടുകൂടി അന്ത്യമാവും എന്നാണ് ഞാൻ കരുതുന്നത്. നന്ദി, നമസ്കാരം.